എല്ലാവരുമായിട്ട് നല്ല ബന്ധം, എല്ലാവരുമായിട്ട്. കാരണം ഇപ്പോൾ നമ്മളൊരു കച്ചവടക്കാരനാണ്, നിങ്ങൾക്കറിയാം എൻ്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത്. ഞാൻ അങ്ങനെ ഒരു കച്ചവടത്തിൽ വളർന്നു വന്നതുകൊണ്ട് എനിക്ക് എല്ലാവരുമായിട്ട് ബന്ധങ്ങൾ, എൻ്റെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവരുമായിട്ടുള്ള ബന്ധം വളരെ സൗഹാർദ്ദമായി ബന്ധമുണ്ട്. എല്ലാ പാർട്ടികളുടെയും, ഈ ഇടതുപക്ഷത്തിൻ്റെയും പിന്നെ ഐക്യമുന്നണിയുടെയും BJP-യുമായിട്ടുള്ള എല്ലാ നേതാക്കളുമായിട്ട് നല്ല ബന്ധങ്ങൾ, അവർ അണികളുമായിട്ട്, ഇവരൊക്കെയാണല്ലോ എന്നെ വളർത്തിയത് പാലക്കാട്. അങ്ങനെ ഒരു രാഷ്ട്രീയം നോക്കിയിട്ട് ആയിരിക്കില്ലല്ലോ ആ ബന്ധങ്ങളൊന്നും. ആ ബന്ധങ്ങളിൽ അവിടെ നമ്മൾ രാഷ്ട്രീയം, ഞാനിപ്പോൾ ഇവരാരെയും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോവുകയും നിൽക്കുമെന്ന് ഞാൻ ചെയ്തിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെയൊന്നുമില്ലല്ലോ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കൂടിയും, ഞാൻ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഒരുപാട് ഉണ്ട്. ഈ പ്രശ്നങ്ങൾക്കൊക്കെ അവതരിപ്പിക്കാൻ കിട്ടുന്ന ഒരു വേദി, ഒരുപക്ഷെ അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാൾക്ക്, ഞങ്ങളുടെ സംഘടനയിൽ നിന്നുള്ള ഒരാൾ അധികാര സ്ഥാനത്ത് ഇരിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടുന്നൊരു ഗുണമാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം മന്ത്രി അടക്കമായിരുന്നു ഈ കൈച്ചാറയുമായി ബന്ധപ്പെട്ട അഹമ്മദ് തേബർകോവിൽ, അദ്ദേഹം ഞങ്ങളുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു മുന്നേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കിട്ടി. ഇനിയുള്ള ഇതിലൊക്കെ അങ്ങനത്തെ ഒരു വേദി നിയമസഭയിലൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ ഗ്യാസുമായി ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് CMO ആയിട്ട് ഞങ്ങളുടെ നേതാക്കൾ അവിടെ ചർച്ചയ്ക്ക് പോയിട്ടുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതുകൊണ്ട് എത്രയുണ്ട് ഫലപ്രാപ്തി എത്തുന്നറിയില്ല. അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഇതായിരുന്നു നാം പഠിച്ച സ്കൂൾ. ഈ സ്കൂളിൽ തന്നെയാണ് PMG ആയിരുന്നു. അന്ന് ഇവിടെ ഓടിട്ട ഒരു ചെറിയ ബിൽഡിംഗ്, കുഞ്ഞിരാമ സ്മാരകമായിരുന്നു. അതിലൊക്കെയായിരുന്നു നമ്മുടെ SFIൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നത്. മണ്ഡല കയ്യെത്തും ദൂരത്ത് MLA ഉണ്ടാവും. എൻ്റെ വാഗ്ദാനം, കയ്യെത്തും ദൂരത്ത് പാലക്കാട്ടായിരിക്കും MLA ഉണ്ടാവും. പാലക്കാട്ടിൽ 1,90,000 വോട്ടർമാരുണ്ട് എന്നുണ്ടെങ്കിൽ 1,90,000 MLA-മാരായിരിക്കും. അതിനകത്ത് വേറിട്ട് നിൽക്കുന്ന MLA ഒന്നായിരിക്കില്ല. കാരണം എൻ്റെ ജീവിതം തന്നെ അങ്ങനെയാണ്. എന്നില്ല നിങ്ങൾ ചോദിക്കുന്നതിനുള്ള മറുപടി മാത്രമേ ഉള്ളൂ. എന്നില്ല, ഉറപ്പിച്ചിട്ടില്ല. അതിന് ഇടതുപക്ഷത്തിന് എന്നും മറ്റേ ഇതാക്കിയൊരു മണ്ഡലമൊന്നുമില്ല. എന്നും ഇടതുപക്ഷത്തിനെ ഉൾക്കൊള്ളാത്തൊരു മണ്ഡലമൊന്നുമില്ല പാലക്കാട് ഇടതുപക്ഷത്തിന് വളക്കൂറുള്ള മണ്ണാണ്. പിന്നെ സമീപകാലത്ത് നമുക്കറിയാം, ചില സംവിധാനങ്ങളിലൊക്കെ ആയിട്ടൊരു നമുക്കറിയാമല്ലോ അവിടെ എന്തായിരുന്നു ഒരു BJP പേടി ആണ് പലപ്പോഴും കോൺഗ്രസിനെ ജയിപ്പിച്ചിരുന്നത്. ഇടതുപക്ഷത്തിന് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇടതുപക്ഷം മത്സരിച്ചാൽ അല്ലേ ഇടതുപക്ഷത്തിൽ നല്ല രീതിയിൽ വളക്കൂറുള്ള മണ്ണ് തന്നെയാണ്. കാരണം എന്തായാലും ഒരു മത്സരം തന്നെ ആയിരിക്കും. അടുപ്പങ്ങളൊക്കെ ഗുണം ചെയ്യുന്നതാണ് കരുതുന്നത്. അതിനൊക്കെ പിന്നീട് പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.